ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെലീനം യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സെലീനത്തിന്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. അതായത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്തു, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ ഡൗൺലോഡ് ചെയ്തു, അതുപോലെ തന്നെ സെലീനത്തിന്റെ ജാർ ഫയൽസും നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യാൻ നോക്കാം. സോ എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു ജാവ പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫയലിനകത്ത് ന്യൂ ജാവ പ്രൊജക്റ്റ് ആൻഡ് ദെൻ നെയിം ഓഫ് ദി പ്രൊജക്റ്റ് സെലീനിയം അണ്ടർസ്കോർ പ്രൊജക്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ സെലീനിയം അണ്ടർസ്കോർ പ്രൊജക്റ്റ് എന്ന പേരാണ് കൊടുത്തത്. ഹിയർ ദ നെയിം ഓൾറെഡി എക്സിസ്റ്റ്, സോ പ്രൊജക്റ്റ് 1 ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ ഫിനിഷ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ജാവ പ്രൊജക്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് ജാവയുടെ സിസ്റ്റം ലൈബ്രറീസ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലീനിയം എന്ന് പറയുന്ന ഈ ജാവ പ്രൊജക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യണം. അതിനുവേണ്ടി പ്രൊജക്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ ടേക്ക് പ്രോപ്പർട്ടീസ്, ക്ലിക്ക് ഓൺ ജാവ ബിൽഡ് പാത്ത്, ക്ലിക്ക് ക്ലാസ് പാത്ത് ആൻഡ് ക്ലിക്ക് ഓൺ add external jar files. So go to the Selenium jar files. എന്നിട്ട് എല്ലാ സെലീനത്തിൻ്റെ ജാർ ഫയൽസും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. സോ ഇപ്പം നമ്മുടെ സെലീനത്തിൻ്റെ ജാർ ഫയൽസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രൊജക്റ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു JRE സിസ്റ്റം ലൈബ്രറി മാത്രമേ ഉള്ളൂ. ഇപ്പം റെഫറൻസ് ലൈബ്രറീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറും കൂടി വന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ സെലീനത്തിൻ്റെ ജാർ ഫയൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാക്കേജിന് അണ്ടറിലാണ് നമ്മൾ ക്ലാസ്സസ്, അതായത് ജാവ ക്ലാസ്സസ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, സെലീനത്തിനകത്തുള്ള പ്രോഗ്രാംസ് എല്ലാം ചെയ്യാൻ പോകുന്നു. സോ നെക്സ്റ്റ് ഞാനൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോജക്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ പാക്കേജ്. പാക്കേജിന്റെ പേര് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പം ജസ്റ്റ് സെലീനിയം പ്രോഗ്രാംസ് ആണ് പാക്കേജിന്റെ പേര് കൊടുത്തത്. ആൻഡ് ദെൻ ഫിനിഷ്. ഓക്കെ, ഇനി ഈ പാക്കേജിന് അണ്ടറിലാണ് ഞാൻ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പാക്കേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്ലാസ്. അപ്പം ക്ലാസിന്റെ പേര് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് സെലീനിയം പ്രോഗ്രാം. പിന്നെ ജാവയുടെ മെയിൻ ഫംഗ്ഷൻ ആയ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു ബേസിക് ആയിട്ട് ഒരു സെലീനിയം ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം ബ്രൗസർ പ്രോപ്പർട്ടീസ് ആണ്. അതായത് നമ്മൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രൗസറിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടു സെറ്റ് ബ്രൗസർ പ്രോപ്പർട്ടീസ്. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിരുന്നു, സെലീനത്തിന് വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഫയർഫോക്സിൽ വേണമെങ്കിൽ ഫയർഫോക്സിൽ യൂസ് ചെയ്യാം, ക്രോമിൽ വേണമെങ്കിൽ ക്രോമിൽ യൂസ് ചെയ്യാം. അപ്പം ഏത് ബ്രൗസറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രൗസറിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബ്രൗസർ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് സെറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുക. സെറ്റ് പ്രോപ്പർട്ടി സ്ട്രിംഗ് കീ. ഈ സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് മെയിനായിട്ടും 2 ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദി ബ്രൗസറും സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡ്രൈവറിന്റെ പാത്തുമാണ് വരുന്നത്. അപ്പം ഇവിടെ ഞാൻ ഒരു URL ഓപ്പൺ, ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോമിന്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ URL ഓപ്പൺ ചെയ്യാൻ പോകുന്നു. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രൗസർ എന്ന് പറയുന്നത് ക്രോം ആണ്. അപ്പോൾ ആ നെയിം ഓഫ് ദി ബ്രൗസർ എന്ന് പറയുമ്പോൾ ക്രോമിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്.
ബ്രൗസറിൻ്റെ പേര് കൊടുക്കേണ്ടത് വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം ഡോട്ട് ഡ്രൈവർ. ഇങ്ങനെയാണ് നെയിം ഓഫ് ദി ബ്രൗസർ കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് ആ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ആ ക്രോം ഡ്രൈവറിൻ്റെ പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് വരിക. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ സെലിഡത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ എടുക്കുക. അതിനകത്ത് ഓരോ ബ്രൗസേഴ്സിന് സപ്പോർട്ടായിട്ടുള്ള വെബ് ഡ്രൈവർ പാത്ത് നമുക്ക് കാണാൻ പറ്റും. സെലീനിയം ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ സെലീനിയം ഡൗൺലോഡ്സ് എടുക്കാം. സ്ക്രോൾ ചെയ്തിട്ട് താഴെ ബ്രൗസേഴ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോം ബ്രൗസറാണ്. ക്രോമിൻ്റെ ഡോക്യുമെന്റേഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ക്ലിക്ക് ഓൺ ഡൗൺലോഡ്സ്. ഓക്കെ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്രോം ഡ്രൈവർ, ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്രോം ഡ്രൈവർ എന്ന് പറയുന്നത് 114 ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ കറണ്ട് വേർഷൻ അതാണ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ഹെൽപ്പിനകത്ത് എബൌട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കറൻ്റ്ലി അപ്ഡേറ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 131 ആണ്. സോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് 114 ആണ്. സോ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ വേർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രോം ഫോർ ടെസ്റ്റിന് അവൈലബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ കിടക്കുന്നത് സ്റ്റേബിൾ 131 ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോം ഡ്രൈവർ നമ്മൾ 64 ബിറ്റിൻ്റെ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ ക്രോം ഡ്രൈവർ 64 ബിറ്റ് എടുക്കാം, ദിസ് വൺ. എന്നിട്ട് ഈ ഒരു പാത്ത് അങ്ങ് കോപ്പി ചെയ്യാം. നമുക്കിവിടെ ഒരു ഫയൽ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പം ക്രോം ഡ്രൈവർ എൻ്റെ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരും. നമ്മൾ സേവ് ചെയ്യാം. അത് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം നമുക്ക്. ഫയലിൻ്റെ പാത്ത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാൻ പാത്ത് മാറ്റി കൊടുത്തില്ല, സെയിം പാത്ത് ഞാൻ എടുത്ത് 64 എടുത്തു. ഇതിനകത്ത് ക്രോം ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ക്രോം ഡ്രൈവർ എന്ന് പറയുന്ന ഫയലിൻ്റെ പാത്താണ് നമ്മളവിടെ വെബ് ഡ്രൈവറിൻ്റെ പാത്താക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പാത്ത് കിട്ടണം. സോ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് പാത്ത് എടുത്താലും ഇഷ്യൂ ഇല്ല. ഇതാണ് അതിൻ്റെ പാത്ത്, ലൊക്കേഷൻ കോപ്പി ചെയ്തു. ഞാൻ എക്ലിപ്സിൽ പോവാം. എന്നിട്ട് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ആ പാത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ഫോൾഡർ ലൊക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് ക്രോം ഡ്രൈവറിൻ്റെ പേര് ക്രോം ഡ്രൈവർ .exe ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോം ബ്രൗസർ ആയതുകൊണ്ട് ക്രോം ബ്രൗസറിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ക്രോം ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഉണ്ട്. ഈ ക്രോം ഡ്രൈവർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോം ബ്രൗസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ക്രോം ഡ്രൈവറിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ക്രോം ഡ്രൈവർ എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പേരെയും കൊടുക്കാം. യൂഷ്വലി നമ്മൾ കോമൺ ആയിട്ട് ഡ്രൈവർ എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കാറ്. ന്യൂ ക്രോം ഡ്രൈവർ. ഓക്കെ,
പിന്നെ ഈ ക്രോം ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഇന്റർഫേസിനകത്ത് രണ്ട് ഇന്റർഫേസിനകത്തും ചെറിയൊരു റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സെലിനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർഫേസുകളാണ്. അതുകൊണ്ടാണ് സെലിനത്തിന്റെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തപ്പോൾ എറർ വരും. ഇനി ഇപ്പം നമ്മൾ ബ്രൗസർ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ആ ബ്രൗസറിന്റെ ഡ്രൈവറിന്, അതായത് ക്രോം ഡ്രൈവറിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഒരു URL ഓപ്പൺ ചെയ്യാൻ പോകണം. സോ ഡ്രൈവർ ഡോട്ട്, ഞാനിവിടെ ഒരു ഗൂഗിളിന്റെ URL ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. URL ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ഡബിൾ കോഴ്സിൽ ഏത് URL ആണ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ആ URL ലിങ്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഗൂഗിൾ ആയതുകൊണ്ട് ഗൂഗിളിന്റെ ലിങ്ക് നോക്കാം. ഗൂഗിളിന്റെ നമുക്ക് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ലിങ്ക് അഡ്രസ്. ഓക്കെ, അപ്പം നമുക്ക് ഗൂഗിളിന്റെ URL ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റും നമുക്ക് റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്തോ. നമ്മൾ ഇവിടെ ഈ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് റൺ ചെയ്തപ്പം നമുക്ക് ഒരു ഗൂഗിളിന്റെ ക്രോം ബ്രൗസറിനകത്ത് ഒരു ഗൂഗിളിന്റെ URL ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബേസിക് സെലിനം സ്ക്രിപ്റ്റ്, ഒരു URL ഓപ്പൺ ചെയ്യാനുള്ള ബേസിക് സെലിനം സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യേണ്ടത്. സോ താങ്ക് യു.